ഇന്ന് നമുക്ക് പ്രണവ് മോഹൻലാൽ കേന്ദ്ര കഥാപാത്രത്തിലെത്തുന്ന ഡൈസ് ഇറേ എന്ന മലയാള സിനിമയുടെ കഥ നോക്കിയാലോ. മരണവീട്ടിൽ ചെന്നപ്പോൾ നായകന് കിട്ടുന്ന ഒരു ഹെയർ ക്ലിപ്പ്. അന്നു മുതൽ നായകനെ വേട്ടയാടുന്ന ആത്മാവ്. ആ ഹെയർ ക്ലിപ്പിനും ആത്മാവിനും നായകനും എന്താണ് ബന്ധം എന്നൊക്കെ അറിയണ്ടേ? എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ. സിനിമ തുടങ്ങുമ്പോൾ കോൺട്രാക്ടറായ മധുസൂദനനെ കാണിക്കുന്നു. മാന്ത്രികനായ കൊടുമൺ പോറ്റിയുടെ മകനാണ് ഈ മധുസൂദനൻ. കൊടുമൺ പോറ്റി മരിച്ചിട്ടും അച്ഛന്റെ പാത പിന്തുടരാൻ മകന് താല്പര്യമില്ലാത്തതിനാലാണ് കോൺട്രാക്ടറായി മാറിയതും. എന്നിരുന്നാലും അച്ഛന്റെ ചില ശക്തികളൊക്കെ മകന് കിട്ടിയിട്ടുണ്ട്. മധുസൂദനന് സൈറ്റിലെത്തിയപ്പോഴോ എന്തോ സംഭവിക്കാൻ പോകുന്നു എന്ന തോന്നലുണ്ടായി. ഉടനെ തന്നെ കോൾ വരും. അടുത്ത വീട്ടിലെ കനി എന്ന പെൺകുട്ടി കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തെന്ന്. സംഭവ സ്ഥലത്തേക്ക് മധുസൂദനൻ എത്തുന്നുണ്ട്. ബോഡി പുറത്തേക്ക് എടുക്കുകയാണ്. കനിയുടെ സഹോദരനായിട്ടുള്ള കിരണാണ് ആദ്യം ബോഡി കണ്ടതും. അതുകൊണ്ട് തന്നെ അവൻ പേടിച്ച് വിറച്ചാണ് നിൽക്കുന്നതും. ബോഡി പുറത്തെടുത്തപ്പോൾ ഒരുപാട് സമയമായതിനാൽ ബോഡിയിൽ മാറ്റമുണ്ടായിരുന്നു. കണ്ടാൽ പേടിയാകും വിധമായിരുന്നു ഡെഡ് ബോഡി. കണ്ണുകൾ വരെ ഒരു വല്ലാത്ത രീതിയിലായിട്ടുണ്ട്. ആ ഒരു സീൻ അവിടെ അവസാനിച്ച് പിന്നീട് കാണിക്കുന്നത് ഒരു വലിയ വീടാണ്. ആ വീട്ടിലാണ് നമ്മുടെ കഥാനായകനായ റോഹൻ ഉള്ളതും. റോഹൻ ഒരു ആർക്കിടെക്റ്റ് ആണ്. പാരമ്പര്യമായിട്ട് ഇവർ നല്ല കാശുകാരാണ്. റോഹന്റെ അച്ഛനും അമ്മയും അങ്ങ് യു എസിലാ. റോഹൻ പോകാത്തതിന് കാരണം അച്ഛനായിട്ടുള്ള ശങ്കറിന് ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയുണ്ട്. ആ കമ്പനി നോക്കി നടത്തുന്നത് ഇപ്പോൾ റോഹനാണ്. അച്ഛനും അമ്മയും നാട്ടിലില്ലാത്തത് കൊണ്ട് തന്നെ റോഹൻ എപ്പോഴും പബ്ബ് പാർട്ടി ഫ്രണ്ട്സ് അങ്ങനെയൊക്കെ പറഞ്ഞാണ് നടക്കുന്നതും. റോഹന് ആത്മാർത്ഥമായിട്ടുള്ള പ്രണയമൊന്നുമില്ല. പക്ഷേ പെൺകുട്ടികളോടൊപ്പമൊക്കെ അവൻ സമയം ചിലവഴിക്കാറുണ്ട്. അങ്ങനെ റോഹന്റെ വീട്ടില് അന്നേ ദിവസം ഒരു പാർട്ടി നടക്കുകയാണ്. ഫ്രണ്ട്സ് എല്ലാവരുമുണ്ട്. അവനൊപ്പം ഒരു ഗേൾഫ്രണ്ടുമുണ്ട്. പക്ഷേ അത് റോഹന്റെ ഗേൾഫ്രണ്ട് അല്ല, മറ്റാരുടെയോ ഗേൾഫ്രണ്ടാണത്. അങ്ങനെ പാർട്ടിയെല്ലാം കഴിഞ്ഞു നിൽക്കുന്ന സമയമായിരുന്നു റോഹന്റെ കൂട്ടുകാരൻ ഒരു കാര്യം റോഹനോട് പറയുന്നത്. അവർക്കൊപ്പം മുൻപ് പഠിച്ചിരുന്ന ഒരു പെൺകുട്ടി കനി, അവൾ ആത്മഹത്യ ചെയ്തെന്ന്. അതിന്റെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞു, നമുക്ക് അവിടെ വരെ പോകണ്ടേ എന്നും റോഹനോട് കൂട്ടുകാരൻ ചോദിക്കും. അങ്ങനെ റോഹനും കൂട്ടുകാരനും നേരെ കനിയുടെ വീട്ടിലേക്ക് പോകും. കനിയുടെ വീട്ടിൽ മരണാനന്തര ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് മധുസൂദനെ റോഹൻ കാണുന്നുണ്ട്. റോഹന്റെ അച്ഛനെ മധുസൂദനെ നന്നായിട്ട് അറിയാം. ഇവർ രണ്ടുപേരും ഒരേ ഫീൽഡിലാണല്ലോ. അങ്ങനെ റോഹനാണെങ്കിൽ കനിയുടെ വീട്ടിലെത്തുമ്പോൾ അവളുടെ അച്ഛനോടും അമ്മയോടും എന്ത് സംസാരിക്കണമെന്നറിയാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. റോഹന് നല്ല വിഷമവുമുണ്ട്. മാത്രമല്ല റോഹന് കനിയുടെ സഹോദരനായ കിരണിനെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ കിരണിനെ കാണുവാനായിട്ട് റോഹൻ പോകും. പോകുന്ന വഴിയില് കനിയുടെ റൂം കാണുന്നുണ്ട്. റൂമിലേക്ക് കയറുകയാണ് റോഹൻ. റൂമില് ഒരു ടേബിളിന് മുകളിലായിട്ട് കനിയുടെ ഒരു ക്ലിപ്പ് ഇരിക്കുന്നത് കാണും. ആ ക്ലിപ്പ് കയ്യിലെടുത്ത് വെച്ച് റോഹനാണെങ്കിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ആലോചിക്കുകയും സങ്കടപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം കിരണിനടുത്തേക്ക് പോകും. കിരണാണെങ്കിൽ റോഹനെ കണ്ടപ്പോൾ എന്ത് പറയണമെന്നറിയാത്ത അവസ്ഥ. അവനാണെങ്കിൽ പേടിച്ച് സങ്കടത്തോടു കൂടി നിൽക്കുകയാണ്. ചേട്ടാ, ചേച്ചിയെ കിണറ്റിൽ കണ്ടത് ആദ്യം ഞാനാ. ചേച്ചിയുടെ മുഖമൊക്കെ വല്ലാത്തൊരവസ്ഥയിലിരിക്കുകയായിരുന്നു. അതൊന്നും എന്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല എന്ന് പറഞ്ഞാണ് കിരൺ സങ്കടപ്പെടുന്നതും. അവനെ ഒരുപാട് റോഹൻ ആശ്വസിപ്പിക്കും. അതിനുശേഷം റോഹനാണെങ്കിൽ നേരെ തന്റെ വീട്ടിലേക്കും എത്തുന്നു. എന്നാൽ വീട്ടിലെത്തി തന്റെ റൂമിലേക്ക് വരുമ്പോൾ അവന്റെ റൂമിലെ ടേബിളിന് മുകളിലായിട്ട് കനിയുടെ അതേ ക്ലിപ്പ് ഇരിക്കുന്നത് കാണും. ക്ലിപ്പ് കയ്യിലെടുത്ത് വെച്ച് നോക്കിയ റോഹനാണെങ്കിൽ അത് വലിയ കാര്യമാക്കാതെ തന്റെ മേശയ്ക്കുള്ളിലിടും. അതിനുശേഷം റോഹനാണെങ്കിൽ ഉറങ്ങുവാനായി വന്ന് കിടക്കുകയാണ്. റോഹന് നല്ല ക്ഷീണമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കിടന്ന ഉടൻ തന്നെ അവൻ ഉറങ്ങിപ്പോകും. അതേസമയം റോഹന്റെ വീടിന് പുറത്തായിട്ട് എന്തോ ചിലങ്കയുടെ ശബ്ദമൊക്കെ കേൾക്കും. അവൻ ആ ശബ്ദം കേട്ട് പുറത്തേക്ക് വന്ന് നോക്കുന്നുണ്ട്. എന്നാലും ചെറിയൊരു പേടിയുള്ളത് കൊണ്ട് തന്നെ റോഹൻ കതകെല്ലാം ഭദ്രമാക്കി അടച്ച് റൂമിലേക്ക് പോകുന്നു. എന്നാൽ റൂമിൽ വന്ന് കിടന്നതും വീണ്ടും അതേ ശബ്ദങ്ങൾ കേൾക്കുകയും അവന്റെ തലയിൽ ആരോ തലോടുന്നത് പോലെയൊക്കെ തോന്നുമുണ്ട്. റോഹന് വല്ലാതെ പേടിയാകുവാനും തുടങ്ങി. ആ സീൻ അവിടെ കട്ടായി പിന്നീട് കാണിക്കുന്നത് മധുസൂദന്റെ വീടാണ്. മധുസൂദന്റെ സുഖമില്ലാത്ത അമ്മയുടെ കാര്യമൊക്കെ നന്നായിട്ട് നോക്കുന്നത് മധുസൂദനായിരുന്നു. അമ്മ മധുസൂദനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് ഈ ജോലിയൊക്കെ കളഞ്ഞിട്ട് അച്ഛന്റെ ജോലി ചെയ്തൂടെ? നിനക്ക് അച്ഛന്റെ അതേപോലുള്ള ശക്തികളുണ്ട്. അതുകൊണ്ട് തന്നെയല്ലേ കനി മരിക്കുന്നതിന് മുൻപ് അവൾക്ക് എന്തോ സംഭവിക്കാൻ പോകുന്നു എന്ന തോന്നൽ നിനക്കുണ്ടായതും. നീ അവളുടെ വീട്ടുകാരോട് അത് പറഞ്ഞിരുന്നുവെങ്കിൽ ഇതൊന്നും ചിലപ്പോൾ തടയാൻ കഴിയുമായിരുന്നല്ലോ. നിനക്കതിനുള്ള ശക്തിയുണ്ട്. അതുകൊണ്ട് അച്ഛന്റെ ജോലി നീ ചെയ്യണമെന്നും അമ്മ പറയും. എന്നാൽ മധുസൂദന് അതിന് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ അമ്മ പറയുന്നത് മൈൻഡ് ചെയ്യാതെയാണ് മധുസൂദൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നതും. അതിനുശേഷം കാണിക്കുന്നത് റോഹന്റെ വീടാണ്.
റോഹൻ എന്നത്തെയും പോലെ വീണ്ടും രാത്രി ഉറങ്ങുവാനായി കിടക്കുന്നു. എന്നാൽ അപ്പോഴും റോഹന്റെ തലയിൽ ആരോ തടവിയിട്ട് പോവുകയാണ്. റോഹനാണെങ്കിൽ ഞെട്ടിയുണരും. അവൻ അവിടെ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ പരിശോധിച്ചു നോക്കും. അതേ സമയം തന്നെ ഒരു അദൃശ്യ ശക്തി വന്ന് റോഹനെ തല്ലുകയാണ്. അവന് ഒരുപാട് ഇടി കിട്ടും. അവസാനം ഇടികൊണ്ടവന്റെ ബോധം പോവുകയാണ്. അടുത്ത ദിവസം ജോലിക്കാരിയും സെക്യൂരിറ്റിയും വന്ന് വിളിച്ചപ്പോഴാണ് റോഹൻ എഴുന്നേറ്റതും. മാത്രവുമല്ല, റോഹനെ ഈ ഒരു അവസ്ഥയിൽ കണ്ട സെക്യൂരിറ്റി അവന്റെ അച്ഛനോട് വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. റോഹൻ അത് കേട്ടതും വല്ലാത്ത ദേഷ്യം വരും. കാരണം റോഹൻ എന്തെങ്കിലും പ്രശ്നം നാട്ടിലുണ്ടെന്ന് അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ യുഎസിലേക്ക് വരുവാനായും പറയും. അവൻ പേടിച്ചതുപോലെ തന്നെ നടന്നു. അച്ഛൻ വിളിച്ചിട്ട് അടുത്ത ആഴ്ച തന്നെ നീ കയറി വരണമെന്നും അവനോട് പറയുന്നുണ്ട്. 2 ദിവസമായിട്ട് അവൻ ആകെ അവിടെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത് കൊണ്ട് തന്നെ തിരിച്ചു കയറി പോകുവാനായിട്ടും അവൻ തീരുമാനിക്കുന്നു. എന്നാൽ എന്നത്തെയും പോലെ രാത്രി വീണ്ടും അവന്റെ തലയിലൊക്കെ ആരോ തടവുന്നത് പോലെയും അവന് തോന്നുന്നുണ്ട്. അവൻ കുറേ കാര്യങ്ങൾ ചിന്തിക്കും. എന്തെന്നാൽ റോഹനും കനിയും പണ്ട് പഠിച്ചിരുന്ന സമയത്ത് ഡേറ്റിംഗിലായിരുന്നു. ആ സമയത്ത് എപ്പോഴും ഈ കനി റോഹന്റെ തലയിൽ തടവുമായിരുന്നു. അതുപോലെ തന്നെയാണല്ലോ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും. കനിയുടെ വീട്ടിൽ പോയിട്ട് വന്നതിന് ശേഷമാണ് തനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുവാനായും തുടങ്ങിയത്. തന്റെ മുടി കനിക്ക് ഒരുപാട് ഇഷ്ടമായതുകൊണ്ടാണ് അവൾ ഇങ്ങനെ തടവാറുണ്ടായിരുന്നതും. അപ്പോൾ തന്റെ ദേഹത്തുണ്ടായിരുന്ന ഈ പരിക്കുകൾക്കെല്ലാം കാരണം അവളായിരിക്കുമെന്ന് ചിന്തിച്ച് ഉടനെ തന്നെ റോഹൻ തന്റെ മുടിയാണെങ്കിൽ അങ്ങ് മൊട്ടയടിച്ച് കളയുന്നു. അടുത്ത ദിവസം റോഹനാണെങ്കിൽ മധുസൂദനെ കാണുവാനായും എത്തും. എന്നിട്ട് മധുസൂദനോട് കുറേ കാര്യങ്ങളൊക്കെ തുറന്നു പറയുകയാണ്. എങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എന്നാലും ഞാൻ എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളോട് തുറന്നു പറയുകയാ. പഠിച്ചിരുന്ന സമയത്ത് ഞാനും കനിയും ഒരു 2 വർഷത്തോളം ഡേറ്റിംഗിലായിരുന്നു. കനിക്കാണെങ്കിൽ എന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അവൾ എപ്പോഴും എൻ്റെ തലയിൽ തടവാറുണ്ടായിരുന്നു. അവൾക്ക് എൻ്റെ മുടി ഒരുപാട് ഇഷ്ടമാ. എന്നാൽ ഒരു ദിവസം കനി എന്നോട് വിവാഹം കഴിക്കണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ എനിക്കതിന് താല്പര്യമില്ലായിരുന്നു. ഞാനത് അവളോട് തുറന്നു പറയുകയും ചെയ്തു. പിന്നീട് ഞങ്ങൾ കണ്ടിട്ടില്ല. എന്നാൽ പിന്നെ ഞാൻ അറിഞ്ഞത് കനി ആത്മഹത്യ ചെയ്തു എന്ന വാർത്തയാണ്. എന്നാൽ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് എന്നെ അവൾ ഒരുപാട് ഉപദ്രവിക്കുന്നു. അവൾ പണ്ട് എന്റെ തലയിൽ തടവുന്നത് പോലെയൊക്കെ രാത്രി എനിക്ക് സംഭവിക്കുന്നുണ്ട്. മാത്രമല്ല അവളാണ് എന്നെ ഇത്രയും ഉപദ്രവിച്ചത്. എന്റെ ദേഹത്തെ മുറിവുകളൊക്കെ നോക്കുവാനായിട്ടും റോഹൻ മധുസൂദനോട് പറയും. അല്ല, ഇതിന് ഞാൻ എന്ത് ചെയ്യാനാ? എന്നോട് ഇതൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യമെന്ന് മധുസൂദനൻ ചോദിക്കുമ്പോഴോ കനിയുടെ വീട്ടിൽ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഈ പ്രശ്നത്തിന് എന്തെങ്കിലും പരിഹാരം കണ്ടെത്തി തരണമെന്നായിരുന്നു റോഹൻ പറഞ്ഞതും. കനിയുടെ മരണാനന്തര ചടങ്ങുകളൊക്കെ കുറച്ചു കഴിഞ്ഞു. ഇനി 16ന്റെ ചടങ്ങ് കൂടിയുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിക്കാമെന്നായിരുന്നു മധുസൂദന്റെ മറുപടിയും. അവിടെ നിന്നും വീട്ടിലേക്ക് എത്തിയ റോഹൻ ഇനി ഈ വീട്ടിലെ ലൈറ്റുകളൊന്നും ഓഫാക്കാൻ പാടില്ല എന്നും ജോലിക്കാരോട് പറയുന്നുണ്ട്. ആ സീൻ അവിടെ കട്ടായി പിന്നീട് കാണിക്കുന്നത് കനി മരിച്ചതിന്റെ 16ാം ദിവസത്തെ ചടങ്ങ് നടക്കുന്നതാണ്. ആ ചടങ്ങിൽ പങ്കെടുക്കുവാനായിട്ട് റോഹനും എത്തുന്നുണ്ട്. 16ാം ദിവസത്തെ ചടങ്ങ് കഴിയുമ്പോൾ കനിയുടെ ശല്യം ഇനി തനിക്കുണ്ടാകില്ല എന്നാണ് റോഹൻ കരുതിയതും. അതേ സന്തോഷത്തിൽ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് റോഹൻ തന്റെ വീട്ടിലേക്ക് വരും. യുഎസിലേക്ക് പോകുന്നത് കൊണ്ട് തന്നെ കൂട്ടുകാർക്കൊക്കെ അവൻ പാർട്ടി നടത്തുകയാണ്. മാത്രമല്ല കനിയുടെ സഹോദരനായ കിരണിനെയും വിളിച്ചിട്ടുണ്ട്. കിരണിനോട് റോഹന് പ്രത്യേക ഒരു സ്നേഹമുണ്ട്. എന്നാൽ കിരൺ ആണെങ്കിലോ വല്ലാത്ത സങ്കടത്തിലിരിക്കുകയാണ്. അവന് ടെറസിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ റോഹനാണെങ്കിൽ, നീ എന്തിനാ ഇങ്ങനെ വിഷമിച്ച് നടക്കുന്നത്? നീ ഇങ്ങനെ വിഷമിച്ചിരുന്നു കഴിഞ്ഞാൽ നിന്റെ ചേച്ചി തിരിച്ചു വരുമോ? ഇല്ലല്ലോ. പിന്നെ നീയും കൂടെ ഒന്ന് ഹാപ്പി ആകട്ടെ എന്ന് കരുതിയാ ഞാൻ നിന്നെ ഇവിടേക്ക് ക്ഷണിച്ചത് എന്നൊക്കെ അവനെ പറഞ്ഞ് സമാധാനിപ്പിക്കും. സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതിനിടയിൽ തന്നെ അവിടെ ഒരു തണുത്ത കാറ്റ് വീശുകയും ഒരു അദൃശ്യ ശക്തി വന്ന് കിരണിനെ അവിടെ നിന്ന് പൊക്കിയെടുത്ത് ആ ഒരു ടെറസിന് മുകളിൽ നിന്നും താഴേക്കിടുവാനായും ഒരുങ്ങുന്നു. എന്നാൽ റോഹൻ എത്ര തന്നെ രക്ഷിക്കുവാനായി ശ്രമിച്ചിട്ടും നടന്നില്ല. കിരൺ താഴേക്ക് വീണു. അവന് നല്ല പരിക്ക് പറ്റുകയും ചെയ്തു. ഉടനെ തന്നെ അവനെ ഹോസ്പിറ്റലിലേക്കും കൊണ്ടുപോകും. വിവരമറിഞ്ഞ് കിരണിന്റെ വീട്ടുകാരും ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട്. മധുസൂദനെ കാണുന്ന റോഹൻ പറയുന്നുണ്ട്, ഇതിനെല്ലാം പിന്നിൽ കനിയ. അവളാ അവനെ മുകളിൽ നിന്നും താഴേക്ക് തള്ളിയിട്ടത് എന്നുള്ള കാര്യം പറയുമ്പോൾ, ഇപ്പോൾ ഇവിടെ നിന്നൊന്നും സംസാരിക്കണ്ട, നീ വീട്ടിലേക്ക് പോ, നമുക്ക് ഈ കാര്യം പിന്നെ സംസാരിക്കാമെന്നും മധുസൂദനൻ പറയുകയും ഉടനെ തന്നെ റോഹനെ അവന്റെ വീട്ടിലേക്ക് പറഞ്ഞു വിടുകയും ചെയ്തു. വീട്ടിലെത്തിയ റോഹനാണെങ്കിൽ കനിയുടെ ആ ഒരു ക്ലിപ്പ് തന്റെ കയ്യിലെടുത്ത് വെച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. പകൽ സമയത്ത് മാത്രമേ ജോലിക്കാരവിടെ നിൽക്കൂ. രാത്രി സമയത്ത് റോഹൻ ആ വീട്ടിൽ ഒറ്റയ്ക്കാണ്. അതേ സമയം തന്നെ ഒരു ചിലങ്കയുടെ ശബ്ദം കേൾക്കുകയും ആ ചിലങ്കയുടെ ശബ്ദം റോഹനടുത്തേക്ക് വരുവാനായും തുടങ്ങി. റോഹൻ വല്ലാതെ പേടിക്കുകയാണ്. അപ്പോഴാണ് കഥയിലൊരു ട്വിസ്റ്റ്. എന്തെന്നാൽ ഇത്രയും നാള് റോഹൻ കരുതിയിരുന്നത് കനിയുടെ ആത്മാവാണ് തന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നല്ലേ. പക്ഷെ അല്ല, അതൊരു പുരുഷന്റെ ആത്മാവാണ്. ആ ആത്മാവിനെ റോഹൻ കാണുകയും ചെയ്തു. അടുത്ത ദിവസം റോഹനെ കാണുവാൻ വേണ്ടിയിട്ട് മധുസൂദനൻ അവന്റെ വീട്ടിലേക്ക് വരികയാണ്.
റോഹനാണെങ്കിൽ മധുസൂദനോട് പറയുന്നുണ്ട്, ഇത്രയും നാൾ നമ്മൾ കരുതിയത് കനിയുടെ ആത്മാവാണ് എന്നെ ടോർച്ചർ ചെയ്യുന്നതെന്നല്ലേ. പക്ഷെ അല്ല, അതൊരു പുരുഷന്റെ ആത്മാവാ. ആരാണെന്ന് എനിക്ക് അറിയത്തില്ല എന്നും റോഹൻ പറയുന്നു. വീട് മുഴുവൻ പരിശോധിച്ചു നോക്കിയ മധുസൂദൻ പറയുന്നത്, നിങ്ങൾ ഇതിനു മുൻപ് കനിയുടെ വീട്ടിലല്ലാതെ വേറെ ഏതെങ്കിലും മോർച്ചറിയോ ശവസംസ്കാര ചടങ്ങോ അങ്ങനെ വല്ലതും പങ്കെടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല, ഞാൻ കനിയുടെ വീട്ടിലാണ് വന്നത്. അവിടെ നിന്നും ഇവിടെ വന്നതിന് ശേഷമാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത്. ഞാൻ കനിയുടെ വീട്ടിൽ വന്ന സമയത്ത് അവളുടെ ഒരു ഹെയർ ക്ലിപ്പ് ഞാൻ എടുത്തു നോക്കിയിരുന്നു. പക്ഷേ ഞാൻ ആ ഒരു ഹെയർ ക്ലിപ്പ് തിരിച്ചു വെച്ചതാണ്. എന്നാൽ എന്റെ വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ എന്റെ വീട്ടിലെ ടേബിളിന് മുകളിലായിട്ട് ആ ഹെയർ ക്ലിപ്പ് ഇരിക്കുന്നുവെന്നും റോഹൻ പറയുന്നു. അതിന് മറുപടിയായിട്ട് മധുസൂദൻ പറയുന്നത്, എല്ലാം അപ്പോൾ ആരംഭിച്ചത് അവിടെ നിന്നാ. ഒരാൾ ഒരുപാട് ആഗ്രഹങ്ങൾ ബാക്കി വെച്ച് മരണപ്പെടുകയാണെങ്കിൽ അവരുടെ ആത്മാവ് അവരുടെ സാധനങ്ങളെയും വിലപ്പെട്ട വസ്തുക്കളെയും ചുറ്റിപ്പറ്റി തന്നെ കാണും. എനിക്ക് തോന്നുന്നത് കനിയുടെ ആ ഒരു ഹെയർ ക്ലിപ്പിന് അവകാശി മറ്റാരോ ആണ്. നിങ്ങൾ ആ ഒരു റൂമിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ആ ഒരു ആത്മാവ് അവിടെ തന്നെ ഉണ്ടായിരിക്കാം. നിങ്ങൾ ആ ഒരു ഹെയർ ക്ലിപ്പ് കയ്യിലെടുക്കുന്നതുമൊക്കെ ആ ആത്മാവ് കണ്ടിട്ടുണ്ട്. അപ്പോൾ മുതലാണ് നിങ്ങളെ അയാൾ പിന്തുടരാൻ തുടങ്ങിയതും നിങ്ങൾ ഉറങ്ങുന്നതും ഉണരുന്നതുമെല്ലാം അയാൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയതും. എന്തിന്, നമ്മളിപ്പോൾ സംസാരിക്കുന്നത് വരെ അയാൾ ശ്രദ്ധിക്കുന്നുണ്ടാകും. ഈ പ്രശ്നം എവിടെ നിന്ന് ആരംഭിച്ചോ അവിടെ തന്നെ പോയി അന്വേഷിക്കണമെന്നും മധുസൂദൻ പറയുന്നു. അങ്ങനെ റോഹനെയും കൂട്ടി നേരെ പോകുന്നത് കനിയുടെ വീട്ടിലേക്കാണ്. കനിയുടെ വീട്ടിൽ നിന്നും തന്റെ വീട്ടിലേക്ക് എത്തിയ ആ രണ്ട് ഹെയർ ക്ലിപ്പും കൊണ്ടാണ് റോഹൻ വന്നിരിക്കുന്നതും. അത് കനിയുടെ റൂമിൽ തന്നെ കൊണ്ടുവന്ന് വെക്കും. റൂം മുഴുവൻ പരിശോധിക്കുന്ന സമയത്ത് കനിയുടെ ചിലങ്ക അവിടെ കാണാനില്ല എന്നുള്ള കാര്യം മധുസൂദന് മനസ്സിലായി. അപ്പോൾ ഈ ചിലങ്ക കൊണ്ടുപോയിരിക്കുന്ന ആരോ ആണ് നിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നതും ഇതിനെല്ലാം പിന്നിലെന്നും മധുസൂദൻ പറയും. പക്ഷേ കനിയെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ആരോട് അന്വേഷിക്കണമെന്നും അവർ ചിന്തിക്കുന്ന സമയത്താണ് കനിയുടെ വീട്ടിലെ ജോലിക്കാരിയെ എൽസമ്മയെക്കുറിച്ച് അവർക്ക് ഓർമ്മ വരുന്നതും. എൽസമ്മയുടെ വീട്ടിലെത്തിയ മധുസൂദനും റോഹനും കനിയെക്കുറിച്ച് അന്വേഷിക്കും. ആ കൊച്ചൊരു പാവമാ, അധികം ആരോടും മിണ്ടാട്ടമൊന്നുമില്ല. അവളാണെങ്കിൽ രാവിലെ ഡാൻസ് ക്ലാസ്സിൽ പോകും, നേരെ വീട്ടിലെത്തും. അല്ലാതെ അവളൊരു പ്രശ്നക്കാരിയൊന്നുമല്ല. ആ വീടിന് എന്തോ ശാപമുള്ളതാ. ദേ കണ്ടില്ലേ, ആ കിരണും ഇപ്പോൾ ഹോസ്പിറ്റലിൽ കിടക്കുന്നതെന്നും ജോലിക്കാരി പറയുന്നു. അത് കേട്ടതും റോഹന്റെ എല്ലാ കോൺഫിഡൻസും പോയി. മാത്രമല്ല റോഹൻ പറയുന്നുണ്ട്, കനിക്ക് വേറെ അഫെയർ ഒന്നും ഉണ്ടാകാൻ ചാൻസ് ഇല്ല. അവളുടെ ജീവിതത്തിൽ ഞാനല്ലാതെ മറ്റാരുമില്ല. മാത്രമല്ല അവളുടെ സ്വഭാവത്തിന് വേറെ ആരും വരാനും ചാൻസ് ഇല്ല എന്നുള്ള കാര്യം റോഹൻ പറയുന്നുണ്ട്. ഞാൻ കൂടുതലായിട്ട് അന്വേഷിച്ചിട്ട് എന്താണെന്ന് നാളെ അറിയിക്കാം. നിങ്ങൾ എന്തായാലും ആ വീട്ടിൽ ഇന്ന് താമസിക്കരുത്. ഏതെങ്കിലും കൂട്ടുകാരുടെ വീട്ടിലെങ്ങാനും പോകുവാനായിട്ടും മധുസൂദൻ പ്രത്യേകം റോഹനോട് പറയുന്നുണ്ട്. മധുസൂദനൻ പറയുന്നതനുസരിച്ച് റോഹൻ തന്റെ വീട്ടിലെത്തി സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് ഒരു കൂട്ടുകാരന്റെ വീട്ടിലേക്കും പോവുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് മധുസൂദന്റെ വീടാണ്. മധുസൂദൻ വീട്ടിലിരിക്കുന്ന സമയത്ത് നന്നായി കാറ്റ് വീശുകയും മധുസൂദന്റെ മുന്നിലുള്ള ചെയറെല്ലാം അനങ്ങുകയും ചെയ്തു. അത് കണ്ട് മധുസൂദന് ആദ്യമൊക്കെ പേടിയാകുമെങ്കിലും ഉടനെ തന്നെ മധുസൂദൻ ഓടിപ്പോയി പൂജാ റൂമിലെ വിളക്ക് കത്തിക്കുകയും എന്തൊക്കെയോ മന്ത്രം ചൊല്ലുകയും ചെയ്തു. അപ്പോഴാണ് അതെല്ലാം ഒന്ന് ശമിച്ചതും. അതോടുകൂടി ഇതിന് പിന്നിലെല്ലാം എന്താണ് നടക്കുന്നതെന്ന് കണ്ടുപിടിക്കണമെന്ന വാശി മധുസൂദനും ഉണ്ടായി. അടുത്ത ദിവസം മധുസൂദനൻ റോഹനെയും കൂട്ടി നേരെ പോകുന്നത് കനി ഡാൻസ് പഠിച്ച അതേ സ്ഥലത്തേക്കാണ്. അവിടെ കനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. ആ പെൺകുട്ടിയെ വിളിച്ച് കനിയെക്കുറിച്ച് അന്വേഷിക്കുകയാണ്. കനി ഒരു പാവം കുട്ടിയാണ്, അവൾ അധികം പ്രശ്നങ്ങൾക്കൊന്നും പോകാറില്ല എന്നുള്ള കാര്യം കൂട്ടുകാരി പറയും. മാത്രവുമല്ല ഒരു കാര്യം കൂടി കനിയുടെ കൂട്ടുകാരി പറയുകയാണ്. കുറേ നാളുകൾക്ക് മുൻപ് ഡാൻസ് ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് വരുന്ന സമയം നന്നായി മഴ പെയ്തു. ഞങ്ങൾ രണ്ടുപേരും ഒരു കടയിൽ കയറി നിന്നു. എന്നാൽ അതിന് മുകളിലായിട്ട് ഒരു ഫോട്ടോസ്റ്റാറ്റ് കടയുണ്ടായിരുന്നു. ആ കടയിൽ ജോലി ചെയ്യുന്ന ഒരാൾ ഞങ്ങളെ വല്ലാതെ നോക്കുന്നുണ്ടായിരുന്നു. എന്നാൽ പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം അയാൾ വല്ലാതെ ഞങ്ങളെ ഫോളോ ചെയ്യും. പക്ഷെ അയാൾ നോക്കുന്നത് കനിയാണെന്ന് പിന്നീടാണ് മനസ്സിലായതും. ഞങ്ങളത് കംപ്ലൈന്റ് ചെയ്യാനായിട്ട് ഇരുന്നതാ. വലിയ പ്രശ്നമാക്കണ്ട എന്ന് കരുതിയ കംപ്ലൈന്റ് ചെയ്യാതിരുന്നതെന്നും കൂട്ടുകാരി പറയുന്നു. ആളിനെ കാണാൻ എങ്ങനെയെന്ന് റോഹൻ ചോദിക്കുമ്പോൾ നന്നായിട്ട് മെലിഞ്ഞ് പൊക്കമുള്ള ആളാണെന്നും കൂട്ടുകാരി പറയും. കൂട്ടുകാരി പറഞ്ഞ അതേ ഫോട്ടോസ്റ്റാറ്റ് കടയിലേക്കാണ് മധുസൂദനും റോഹനും എത്തുന്നത്. കനിയുടെ കൂട്ടുകാരി പറഞ്ഞ അതേ ആളിനെ കുറിച്ച് അവരവിടെ അന്വേഷിക്കും. അവന്റെ പേര് ഫിലിപ്പ്. അവനത്ര പ്രശ്നക്കാരനൊന്നുമല്ല, അവനൊരു പാവമാ. അവനെ ഇവിടേക്ക് കൊണ്ടുവന്നത് സെന്റ് ജോസഫ് പള്ളിയിലെ അച്ഛനാണ്. അവനിപ്പോൾ സൗദിയിലാണെന്നും ആ ഒരു കടക്കാരൻ പറയുന്നു. അങ്ങനെ മധുസൂദനും റോഹനും തമ്മിൽ ചർച്ച ചെയ്യുമ്പോൾ റോഹൻ പറയുന്നത്, നമുക്കറിയേണ്ടത് ഫിലിപ്പ് ഇപ്പോൾ ജീവനോടെയുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യമാണ്. എന്നാൽ മധുസൂദൻ പറയുന്നതോ, ഈ നാട്ടിൽ നിന്നും ഒരുപാട് പേര് സൗദിയിലേക്ക് പോയിട്ടുണ്ട്, അതും ഓരോ ഏജൻസി വഴിയാ.
കനിയുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന എൽസമ്മയുടെ മകനായ മനു ഏജൻസി വഴിയാണ് സൗദിയിലേക്ക് പോയതെന്നുള്ള കാര്യവും മധുസൂദൻ പറയും. അങ്ങനെ അവർ രണ്ടുപേരും രണ്ടു വഴിക്ക് തിരിഞ്ഞ് അന്വേഷണവും ആരംഭിക്കുന്നു. മധുസൂദൻ നേരെ പോകുന്നത് സെന്റ് ജോസഫ് പള്ളിയിലെ അച്ഛനടുത്തെത്തിയിട്ട് ആ ഒരു ഫിലിപ്പിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് മനസ്സിലാക്കുവാനായിട്ടാണ്. എന്നാൽ റോഹൻ പോയിരിക്കുന്നത് എൽസമ്മയുടെ വീട്ടില് മനുവിനെ കുറിച്ച് അന്വേഷിക്കുവാനും മനു എങ്ങനെയാണ് സൗദിയിലേക്ക് പോയതെന്നും ആ ഒരു ഏജൻസിയുടെ ഡീറ്റെയിൽസും വാങ്ങുവാനായിട്ടാണ് റോഹൻ എത്തിയിരിക്കുന്നതും. പള്ളിയിലെത്തിയ മധുസൂദനൻ ഫിലിപ്പിന്റെ കാര്യങ്ങളൊക്കെ അച്ഛനോട് ചോദിക്കും. അച്ഛൻ കുറെ കാര്യങ്ങളൊക്കെ ഫിലിപ്പിനെ കുറിച്ചുള്ളത് പറഞ്ഞു കൊടുക്കുകയും ഒപ്പം ഫിലിപ്പിന്റെ ഫോട്ടോയും മധുസൂദനന് കൊടുക്കുന്നു. ആ ഫോട്ടോ കണ്ടതും മധുസൂദനൻ ഞെട്ടിപ്പോവുകയാണ്. മറ്റൊരു വശത്ത് എൽസമ്മയുടെ വീട്ടിലേക്ക് എത്തുകയാണ് റോഹൻ. മനുവിനെ സൗദിയിലേക്ക് കൊണ്ടുപോയ ഏജന്റിന്റെ നമ്പർ ഒന്ന് തരുമോ എന്ന് ചോദിക്കും. നമ്പർ എടുക്കുവാനായിട്ട് എൽസമ്മ അകത്തേക്ക് കയറി പോകും. എൽസമ്മയുടെ പിന്നാലെ റോഹനും കയറി പോകുന്നുണ്ട്. റോഹനാണെങ്കിൽ അവിടെ വെച്ചിരുന്ന മനുവിന് കിട്ടിയിരുന്ന ഒരു അവാർഡ് കാണും. എന്നാൽ ആ ഒരു അവാർഡ് കണ്ട് റോഹൻ ഞെട്ടിപ്പോകും. എന്തെന്നാൽ ആ ഒരു അവാർഡിൽ മനു എന്നായിരുന്നില്ല പേര് കൊടുത്തിരുന്നത്, ഫിലിപ്പ് എന്നായിരുന്നു. ഉടനെ തന്നെ റോഹൻ എൽസമ്മയോട് ചോദിക്കുന്നുണ്ട്, മനുവിന്റെ പേര് ഫിലിപ്പ് എന്നാണോ എന്ന്. അതെ, അവന്റെ പേര് ഫിലിപ്പ് എന്നാ, പള്ളിയിലെ പേര് ഫിലിപ്പ് എന്നാണെന്നും എൽസമ്മ പറയുന്നു. അതോടുകൂടി എന്തൊക്കെയോ സംശയങ്ങൾ തോന്നിയ റോഹനാണെങ്കിൽ ആ വീട് മുഴുവൻ പരിശോധിക്കുവാനായി ആരംഭിച്ചു. അപ്പോഴാണ് പുറത്തുനിന്നും പൂട്ടിയിരിക്കുന്ന ഒരു മുറി കാണുന്നതും. ആ മുറി റോഹൻ തുറന്നു നോക്കും. അപ്പോഴാണ് ഞെട്ടിക്കുന്നൊരു കാഴ്ച റോഹൻ കണ്ടതും. ആ കാഴ്ച കണ്ട് സ്തംഭിച്ചു നിൽക്കുകയാണ് റോഹൻ. എന്തെന്നാൽ ഒരുപാട് പഴക്കമുള്ള ഒരു ഡെഡ് ബോഡി കട്ടിലിൽ കിടക്കുന്നു. മാത്രവുമല്ല, ആ ഡെഡ് ബോഡിയുടെ കാലില് കാണാതെ പോയ കനിയുടെ അതേ ചിലങ്ക കെട്ടിയിരിക്കുന്നതും റോഹൻ കണ്ടു. ആ കാഴ്ചകളെല്ലാം കണ്ട് ഞെട്ടി നിൽക്കുന്ന റോഹന്റെ പിന്നിലൂടെ വന്ന് ആരോ അവന്റെ തലക്കടിച്ച് വീഴ്ത്തുകയാണ്. ഉടനെ തന്നെ അവൻ ബോധം കെട്ട് വീഴുകയും ചെയ്തു. അടിച്ചു വീഴ്ത്തിയത് മറ്റാരുമല്ല, എൽസമ്മ തന്നെയാണ്. ആ മരിച്ചു കിടക്കുന്നത് എൽസമ്മയുടെ ഒരേ ഒരു മകനായ മനു എന്നറിയപ്പെടുന്ന ഫിലിപ്പ് തന്നെയാണ്. ഈ മനുവിന് കനിയെ ഒരുപാട് ഇഷ്ടമായിരുന്നു. പക്ഷെ ഒരിക്കൽ പോലും അവനത് തുറന്നു പറഞ്ഞിട്ടില്ല എന്നതാണ് സത്യവും. പക്ഷേ അവന് കനിയെ ഇഷ്ടമാണെന്നുള്ള കാര്യം എൽസമ്മയ്ക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ തറയിൽ കിടന്ന് കിട്ടിയ കനിയുടെ ഫോട്ടോ, അവളുടെ വളകൾ, കമ്മലുകൾ, പിന്നെന്തിന് അവൾ കഴിച്ചിട്ട് കളയുന്ന ബിസ്ക്കറ്റിന്റെ കവറ് പോലും എൽസമ്മ പറക്കിക്കൊണ്ടുവന്ന് മനുവിന് കൊടുക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ റൂം മുഴുവൻ കനിയുടെ സാധനങ്ങളാണ്. മാത്രവുമല്ല, മനുവിന്റെ അവസാന നാളുകളിൽ പോലും കനിയുടെ ചിലങ്ക എടുത്തുകൊണ്ടുവന്ന് അവന്റെ കാലിൽ കെട്ടിക്കൊടുത്തത് തന്നെ ഈ എൽസമ്മയാണ്. കാരണം അവൻ അത്രയും കനിയെ സ്നേഹിക്കുന്നുണ്ടെന്നും അവൻ മരിക്കുന്ന സമയത്തും അവളുടെ സാമീപ്യം അവനിൽ ഉണ്ടാകണമെന്ന ആഗ്രഹമുള്ളത് കൊണ്ടാണ് എൽസമ്മ അങ്ങനെ ചെയ്തതും. ഒരിക്കൽ അവനെ തേടി ആരെങ്കിലും വരുമെന്ന് എൽസമ്മയ്ക്ക് ഉറപ്പായിരുന്നു. റോഹനായിരിക്കുമെന്ന് ഒരിക്കലും അവർ കരുതിയതേയില്ല. എന്റെ മകനെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല, ദൈവത്തിന് പോലും ഞാൻ വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് എൽസമ്മ റോഹനെ അടക്കം ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള കുഴി വീടിന് പുറകിലായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നതും. എന്നാൽ അതേ സമയം തന്നെയായിരുന്നു റോഹനെ വിളിച്ച് കിട്ടാത്തത് കൊണ്ട് തന്നെ റോഹനെ തിരക്കി മധുസൂദനൻ എൽസമ്മയുടെ വീടിന്റെ പരിസരത്ത് വരുന്നതും. അതേസമയം റോഹന്റെ ബൈക്ക് അത്രയും രാത്രിയായിട്ടും അവിടെ തന്നെ ഇരിക്കുന്നത് മധുസൂദനൻ കാണുന്നുണ്ട്. എന്തോ പന്തികേട് മധുസൂദനന് തോന്നുകയാണ്. നോക്കുമ്പോഴോ എൽസമ്മ വീടിന് പുറകിൽ നിന്ന് കുഴിയെടുക്കുന്നതായിട്ടും മധുസൂദനൻ കാണും. ഉടനെ തന്നെ എൽസമ്മയുടെ വീട്ടിനകത്തേക്ക് വന്ന് നോക്കുമ്പോൾ ബോധം കെട്ട് കിടക്കുന്ന റോഹനെ കാണുകയാണ്. എങ്ങനെയൊക്കെ അവനെ വിളിച്ചുണർത്തുകയാണ് മധുസൂദനൻ. മധുസൂദനൻ അവിടെ നിന്ന് എഴുന്നേൽക്കുന്ന സമയത്താണ് മാസങ്ങളായിട്ട് പഴക്കമുള്ള മനുവിന്റെ ഡെഡ് ബോഡി കാണുന്നതും. അത് കണ്ട് മധുസൂദനൻ ഞെട്ടിപ്പോകുന്നു. മാത്രവുമല്ല, ആ ഒരു ഡെഡ് ബോഡിയിലെ കാലിൽ കിടക്കുന്ന ആ ഒരു ചിലങ്കയും മധുസൂദനൻ കാണും. ഉടനെ തന്നെ മധുസൂദനൻ റോഹനോട് പറയുന്നുണ്ട്, ഈ കാലിൽ കിടക്കുന്ന ചിലങ്കയാണ് ആത്മാവിനെ ഇവിടെ നിന്ന് പോകാൻ കഴിയാതെ തടഞ്ഞു വെച്ചിരിക്കുന്നതും. അതുകൊണ്ട് ഈ ചിലങ്ക എങ്ങനെയെങ്കിലും എടുത്തു മാറ്റണമെന്നും മധുസൂദനൻ പറയും. അവർ ആ ചിലങ്ക എടുക്കുവാനായി നോക്കും. പക്ഷേ ഒരുപാട് മാസങ്ങൾ പഴക്കമുള്ള ഡെഡ് ബോഡി ആയതിനാൽ തന്നെ ചിലങ്ക അതുമായിട്ട് ഒട്ടിച്ചേർന്നിരിക്കുകയാണ്. എടുക്കുവാനേ കഴിയുന്നില്ല. നീ വേഗം പോയി അടുക്കളയിൽ നിന്നൊരു കത്തി എടുത്തുകൊണ്ട് വരുവാനായിട്ടും മധുസൂദനൻ റോഹനോട് പറയും. കത്തി എടുക്കുവാനായിട്ട് അടുക്കളയിലേക്ക് പോയ സമയം തന്നെയായിരുന്നു എൽസമ്മ അകത്തേക്ക് കയറി വന്നതും. തന്റെ കയ്യിലിരുന്ന പിക്കാസ് കൊണ്ട് ഒരുപാട് റോഹനെ അവർ ഉപദ്രവിക്കുവാനായി നോക്കും. തലനാടിരിക്കെയാണ് ഓരോ വെട്ടിൽ നിന്നും റോഹൻ രക്ഷപ്പെട്ടതും. ഒടുവിൽ റോഹനാണെങ്കിലോ എൽസമ്മയെ അടിച്ചു വീഴ്ത്തിയിട്ട് കത്തിയും എടുത്തുകൊണ്ട് മധുസൂദനന്റെ അടുത്തേക്ക് പോകുന്നു. അതേസമയം തന്നെ മനുവിന്റെ ആത്മാവ് മധുസൂദനെ ഒരുപാട് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. റോഹൻ വന്ന് നോക്കുമ്പോൾ കാണുന്നത് ആത്മാവിനാൽ ആക്രമിക്കപ്പെടുന്ന മധുസൂദനെയാണ്. എങ്ങനെയെങ്കിലും ആ ഒരു ചിലങ്ക അഴിച്ചു മാറ്റുവാനായിട്ട് റോഹൻ നോക്കും. പക്ഷേ പറ്റുന്നില്ല. അപ്പോഴേക്കും മധുസൂദനാണെങ്കിൽ ഒരുപാട് ആക്രമിക്കപ്പെട്ടിരുന്നു. ദേഷ്യമെന്ന റോഹനാണെങ്കിലോ തന്റെ കയ്യിലിരുന്ന കത്തി ഉപയോഗിച്ച് ആ ഒരു മൃതദേഹത്തിന്റെ കാല് മുഴുവൻ വെട്ടിയെടുത്ത് അവിടെയുണ്ടായിരുന്ന അടുപ്പിൽ കൊണ്ടുവന്നിടും. തീയിൽ കത്തിയെരിയാൻ തുടങ്ങിയതും ഒരലർച്ചയോടുകൂടി മനുവിന്റെ ആത്മാവ് അവിടെ നിന്ന് പോവുകയാണ്. അതേസമയം തന്നെ ആ റൂമിന് മുഴുവൻ തീ പിടിച്ചിരുന്നു.
ബോധം വന്ന എൽസമ്മയാണെങ്കിൽ റൂമിന് തീ പിടിച്ചത് കണ്ട് തന്റെ മകനോടൊപ്പം താനും കത്തിയെരിഞ്ഞ് ചാകട്ടെ എന്ന് ചിന്തിച്ച് അതിനുള്ളിലേക്ക് പോകുവാനായി ശ്രമിക്കുമ്പോൾ റോഹൻ അവരെ തടയുകയും പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുവരികയും ചെയ്തു. എൽസമ്മ വല്ലാതെ തകർന്ന മാനസികാവസ്ഥയിലാണ് ഇരിക്കുന്നത്. അങ്ങനെ പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചു. എൽസമ്മയെ അവരുടെ സഹോദരൻ വന്ന് നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. മധുസൂദനാണെങ്കിലോ തന്റെ കോൺട്രാക്ടർ ജോലിക്കൊപ്പം അച്ഛന്റെ ജോലി കൂടി ചെയ്യുകയാണ്. മറ്റൊരു വശത്ത് യുഎസിലേക്ക് പോകുവാൻ വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുകയാണ് റോഹൻ. അപ്പോൾ കനിയുടെ വീട്ടിൽ കണ്ട അതേ ഹെയർ ക്ലിപ്പ് അവന്റെ ബെഡിൽ കിടക്കുന്നതായിട്ട് അവൻ കാണും. അതവൻ കയ്യിലെടുത്ത് വെച്ച് നോക്കുന്ന സമയത്തായിരുന്നു ആരോ അവന്റെ തലമുടിയിൽ തഴുകുന്നതായിട്ട് അവന് തോന്നുന്നതും. അതെ, കനിയുടെ ആത്മാവ് തന്നെയാണ്. കനിയുടെ ആത്മാവ് അവനെ വിട്ടിട്ട് പോയിട്ടില്ല എന്നുള്ള കാര്യം അവന് മനസ്സിലായി. അതോടുകൂടി സിനിമയുടെ കഥ അവിടെ അവസാനിക്കുകയാണ്. ഇതിൽ കനി മരിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചിട്ടില്ല. ചിലപ്പോൾ കനിയുടെ സഹോദരനായ കിരണിനെ ആ ഒരു ടെറസിന് മുകളിൽ നിന്നും താഴേക്ക് തള്ളിയിട്ടത് ഈ ഫിലിപ്പിന്റെ ആത്മാവാണല്ലോ, അതായത് മനുവിന്റെ ആത്മാവ്. അപ്പോൾ ഈ മനു തന്നെയായിരിക്കാം മരിച്ചതിനു ശേഷം കനിയെ ആർക്കും കിട്ടണ്ട എന്ന് കരുതി മനുവിന്റെ ആത്മാവ് തന്നെയായിരിക്കാം അവളെ കിണറ്റിലേക്ക് തള്ളിയിട്ട് കൊന്നിട്ടുണ്ടാവുക. ഇതെന്റെ മാത്രം തോന്നലാ. നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമന്റ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.